നമസ്കാരം. 1,00,000 കോടി രൂപയുടെ ഒരു പദ്ധതി 2020 ഡിസംബറിൽ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കുന്നു. രാജ്യത്തെ കാർഷിക മേഖലയിൽ വലിയ ഗ്രാന്റ് അനുവദിച്ചുകൊണ്ട് കാർഷിക മേഖലയിലെ സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കാനായിരുന്നു ഈ 1,00,000 കോടി രൂപ മാറ്റിവെച്ചത്. കേരളത്തിന്റെ വിഹിതം 2,520 കോടിയാണ്. എന്നാൽ സംസ്ഥാന സർക്കാർ മോദിക്ക് കയ്യടി കിട്ടാതിരിക്കാൻ വേണ്ടി അതിന് യാതൊരു പ്രചരണവും കൊടുക്കാത്തതുകൊണ്ട് 47 കോടി രൂപ മാത്രമേ അനുവദിച്ചുള്ളൂ എന്ന വാർത്ത മാതൃഭൂമി പുറത്തുവിടുന്നു. ആ വാർത്തയുടെ അടിസ്ഥാനത്തിൽ മറുനാടൻ ആ പദ്ധതിയെക്കുറിച്ച് വിശദമായ ഒരു റിപ്പോർട്ട് ചെയ്യുന്നു. ഒട്ടേറെ കയ്യടി കിട്ടിയ ഒരു റിപ്പോർട്ടായിരുന്നു അത്. എന്നാൽ കേന്ദ്ര സർക്കാരിൻ്റെ സുന്ദരമായ പദ്ധതികൾ നാട്ടിലെ ഉദ്യോഗസ്ഥ വൃന്ദം എങ്ങനെയാണ് കൂവി തോൽപ്പിക്കുന്നത് എന്നതിൻ്റെ ഉദാഹരണമായി മാറുന്നു. മറുനാടിൻ്റെ ആ റിപ്പോർട്ട് കണ്ട് ആവേശപൂർവ്വം അതിനുവേണ്ടി പദ്ധതിയുമായി രംഗത്തിറങ്ങിയ ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകന്റെ അനുഭവം. സജീവ് ഫ്രാൻസിസ് എന്നാണ് ആ മാധ്യമ പ്രവർത്തകന്റെ പേര്. മംഗളത്തിലും ദീപികയിലും ജോലി ചെയ്തിട്ടുള്ള മുതിർന്ന മാധ്യമ പ്രവർത്തകൻ. കുറച്ചുകാലം മറുനാടന്റെ കൺസൾട്ടിംഗ് എഡിറ്ററുമായിരുന്നു. മാതൃഭൂമിയിലെ ആ വാർത്തയും ഞാൻ ചെയ്ത വീഡിയോയും കണ്ട് ആവേശം പൂണ്ട് ആ പദ്ധതിക്ക് വേണ്ടി രംഗത്തിറങ്ങിയ തൻ്റെ വിധിയെക്കുറിച്ച് വിശദമായൊരു കുറിപ്പെഴുതിയിരിക്കുകയാണ് സജീവ് ഫ്രാൻസിസ്. കേന്ദ്ര സർക്കാരിൻ്റെ കണ്ണു തുറക്കാൻ, ബാങ്കുകളുടെ തനി സ്വഭാവം അറിയാൻ, നല്ല പദ്ധതികളെ എങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ ഉദ്യോഗസ്ഥ വൃന്ദം അട്ടിമറിക്കുന്നത് എന്നതിന് തെളിവായി ഈ കുറിപ്പ് എല്ലാവരിലും എത്തേണ്ടതുള്ളതുകൊണ്ട് വിശദമായ ആ കുറിപ്പിലേക്ക് ഞാൻ നേരിട്ട് കടക്കുകയാണ്. ഇന്നലെ അവതരിപ്പിച്ച ബജറ്റിന് തൊട്ടു മുമ്പ് ബജറ്റിലെ പ്രഖ്യാപനങ്ങളിൽ വീണു പോവരുതേ എന്ന മുന്നറിയിപ്പായാണ് സജി ഇങ്ങനെയൊരു കുറിപ്പെഴുതിയത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ബജറ്റ് വരികയാണല്ലോ ഈ ദിവസങ്ങളിൽ. കേന്ദ്ര സർക്കാരിൻ്റെ ബജറ്റിൽ ഉറപ്പായും കർഷകർക്ക് അനുകൂലമായി നിരവധി പദ്ധതികൾ കാണും. പക്ഷേ എന്ത് പ്രഖ്യാപനമുണ്ടായാലും നടപ്പാക്കേണ്ടത് ഉദ്യോഗസ്ഥരാണ്. അവരുടെ സമീപനത്തിൽ മാറ്റമുണ്ടാകുമോ? ഒരു മുൻ അനുഭവമാണ് ഇവിടെ കുറിക്കുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ ഒരു കിടിലൻ കാർഷിക പദ്ധതിയോടെ കേരളത്തിലെ ഒരു ബാങ്ക് കാണിച്ച നിഷേധാത്മക സമീപനത്തിൽ ഇരയാകേണ്ടി വന്നതിൻ്റെ വിവരണം. 2000 ആണ്ടിന്റെ പിറവിയോടെ ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് ഉറച്ചു വിശ്വസിച്ച അനേകരിൽ ഒരാളായിരുന്നു ഞാനും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 1,00,000 കോടി രൂപ കർഷകർക്ക് സ്വന്തമായി സംരംഭങ്ങൾ തുടങ്ങാനായി മോദി സർക്കാർ നീക്കിവെച്ചിരിക്കുന്നതായി വാർത്ത ശ്രദ്ധയിൽപ്പെട്ടത്. കേരളത്തിന് ഏതാണ്ട് 2,600 കോടി രൂപയാണ് നീക്കിവെച്ചിരിക്കുന്നത്. കേരളത്തിൽ നിന്നും ഈ സ്കീമിലേക്ക് അപേക്ഷകരായി ആരും എത്തുന്നില്ലെന്നും അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ കേന്ദ്ര സംഘം എത്തുന്നുവെന്നുമുള്ള വാർത്ത അതിപ്രാധാന്യത്തോടെ മാതൃഭൂമി പത്രത്തിന്റെ 1-ാം പേജിൽ വന്നത്. കൂടാതെ മറുനാടൻ മലയാളിയുടെ എഡിറ്റർ ഷാജൻ സ്കറിയയും ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിരുന്നു. കേരളത്തിലെ കർഷകർ കേന്ദ്ര സർക്കാരിന്റെ ഇത്രയും മികച്ച ഒരു പദ്ധതിയോടെ അനുകൂലമായി പ്രതികരിക്കാത്തതിൽ ഷാജൻ ഉത്കണ്ഠപ്പെടുന്നുണ്ട്. അതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ പാലായിൽ വെച്ച് ഒരു കർഷക സംഘടന നടത്തിയ സെമിനാറിൽ പങ്കെടുക്കാനിടയായി. അവിടെ ഒരു ക്ലാസ് എടുത്ത ഇപ്പറഞ്ഞ സ്കീമിന്റെ കേരളത്തിലെ സോണൽ ഓഫീസറായിരുന്നു. ഓരോ കർഷകനും 2 കോടി രൂപ വരെ ലോണായി അനുവദിക്കുമെന്നും കൊളാറ്ററൽ സെക്യൂരിറ്റി ഒന്നും വേണ്ടെന്നും തിരിച്ചടവിന് 2 വർഷം മൊറട്ടോറിയം ഉണ്ടെന്നും പലിശയ്ക്കും സബ്സിഡിയും ഉണ്ടെന്നുമൊക്കെയുള്ള ലോണിന്റെ സവിശേഷതകൾ അവർ വിവരിച്ചു. പങ്കെടുത്ത കർഷകരെല്ലാം വളരെ ആവേശത്തോടെയാണ് പ്രതികരിച്ചത്. പക്ഷെ ഒരു കർഷകൻ മാത്രം ഇതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് എണീറ്റ് നിന്ന് സംസാരിച്ചു. നിങ്ങളിങ്ങനെ വന്ന് പറഞ്ഞിട്ട് പോകും, ബാങ്കിൽ ചെല്ലുമ്പോൾ അവർ ഞങ്ങളെ മൈൻഡ് ചെയ്യില്ലെന്നായിരുന്നു അങ്ങേരുടെ വാദം. ഏറെ ഓടി വലഞ്ഞതിന്റെ ക്ലേശം അയാളുടെ ശരീരഭാഷയിലുണ്ടായിരുന്നു. പക്ഷേ സദസ്സിന്റെ ആവേശത്തിരയിളക്കത്തിൽ അയാളുടെ ശബ്ദം മുങ്ങിപ്പോയി. ബാങ്കുകളെ നേരിട്ട് സമീപിക്കുകയല്ലെന്നും എല്ലാം നോക്കി നടത്താൻ ഡൽഹിയിൽ പ്രോജക്ട് മോണിറ്ററിംഗ് യൂണിറ്റ് ഉണ്ടെന്നും അവരാണ് പ്രോജക്റ്റുകൾ വെരിഫൈ ചെയ്ത് ബാങ്കുകൾക്ക് ഫോർവേഡ് ചെയ്യുന്നതെന്നും എന്തു സഹായത്തിനും സോണൽ ഓഫീസറായി താനുണ്ടെന്നും അവർ വാചാലയായി. അന്ന് രാത്രി കിടന്നിട്ട് ഉറക്കം വന്നില്ല. ഒടുവിൽ അത് സംഭവിക്കുകയാണ്. കൊളാട്രൽ സെക്യൂരിറ്റി വേണ്ട, പലിശ കുറവ്, തിരിച്ചടവിന് മൊറട്ടോറിയം, 2 കോടി രൂപ വരെ ലോൺ, വേണ്ടതൊന്നു മാത്രം നല്ല ഒരു പ്രോജക്റ്റ്. പാതിരാത്രി കിടക്കയിൽ നിന്ന് ചാടി എണീറ്റു. പ്രോജക്റ്റ് കഴിഞ്ഞ് 10 വർഷമായി കയ്യിലുണ്ടല്ലോ. കർഷകരുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വിൽക്കാനൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോം. കേരള കിസാന്റെ പ്രോജക്റ്റ് റിപ്പോർട്ട് നേരത്തെ തന്നെ സ്വയം തയ്യാറാക്കി വെച്ചിരുന്നതാണ്. പിറ്റേന്ന് തന്നെ പാലായിലെ ഒരു സിയാക്കാരനെ സമീപിച്ചു. ഒരാഴ്ചക്കുള്ളിൽ കക്ഷി കണക്കുകളെല്ലാം ഉൾക്കൊള്ളിച്ച് ബാങ്കുകൾക്ക് സമർപ്പിക്കാവുന്ന രീതിയിൽ വിശാലമായ പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കി തന്നു. 6/10/2022 10-ന് AIFന്റെ വെബ്സൈറ്റിൽ കയറി രജിസ്റ്റർ ചെയ്ത് പ്രോജക്റ്റ് റിപ്പോർട്ട് സമർപ്പിച്ചു.
10:57 മറുപടി സന്ദേശം വന്നു. പ്രോജക്റ്റിനായി താങ്കൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന വാഹനത്തിന്റെ കുറച്ചുകൂടി വിവരങ്ങൾ വേണമെന്നായിരുന്നു അത് ഞാൻ അന്ന് തന്നെ വൈകുന്നേരം 3:45 സൈറ്റിൽ സബ്മിറ്റ് ചെയ്തു. വൈകുന്നേരം 5 എനിക്ക് വീണ്ടും സന്ദേശം വന്നു. റിപ്പോർട്ട് കുറച്ചുകൂടി സമഗ്രമായിരിക്കണം, അതോടൊപ്പം എൻഡ് പ്രോഡക്റ്റിന്റെ ഫ്ലോ ചാർട്ടും ഉൾപ്പെടുത്തണം. അങ്ങനെ വീണ്ടും DPR സബ്മിറ്റ് ചെയ്യണമെന്നായിരുന്നു സന്ദേശം. അതോടൊപ്പം തന്നെ ഒരു പ്രോജക്റ്റ് റിപ്പോർട്ടിന്റെ മാതൃക അയച്ചു വന്നു. എനിക്ക് വളരെ അത്ഭുതം തോന്നി. ഇത്ര കാര്യക്ഷമമായിട്ടാണല്ലോ ആ ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിക്കുന്നത്. അവർക്ക് വേണമെങ്കിൽ പ്രോജക്റ്റ് ശരിയല്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയാമായിരുന്നു. പക്ഷെ ഒരു കർഷകനെ കൈപിടിച്ചുയർത്താൻ കൂടെ നിൽക്കുന്ന AIFന്റെ സമീപനത്തിൽ എനിക്ക് അഭിമാനം തോന്നി. 7/10/22 രാവിലെ 8:15 ഞാൻ അവർ പറഞ്ഞ പ്രകാരം DPR സബ്മിറ്റ് ചെയ്തു. അന്ന് 11:45 ആയപ്പോൾ വീണ്ടും സന്ദേശമെത്തി. താങ്കളുടെ പ്രോജക്റ്റ് വെരിഫൈ ചെയ്ത് താങ്കൾ നിർദ്ദേശിച്ച ബാങ്കിലേക്ക് ഫോർവേഡ് ചെയ്തെന്നായിരുന്നു സന്ദേശം. ഞാൻ എൻ്റെ സർക്കാരിൽ അഭിമാനം കൊണ്ടു. കാരണം എത്ര വേഗമാണ് കാര്യങ്ങൾ നീങ്ങിയത്. 5 ദിവസം കഴിഞ്ഞപ്പോൾ SBI തിടനാട് ബ്രാഞ്ചിൽ നിന്നും ലോൺ ഓഫീസർ വിളിച്ചു. നാളെ തന്നെ പറ്റുമെങ്കിൽ ഇന്ന് തന്നെ ബാങ്കിലേക്ക് വരണം, ലോണിന്റെ കാര്യം സംസാരിക്കാനാണ്. വൈകരുതെന്നും 10 ദിവസത്തിനുള്ളിൽ അവർക്ക് പേപ്പറുകൾ നീക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം പ്രത്യേകം ഓർമ്മിപ്പിച്ചു. പിറ്റേന്ന് തന്നെ ഞാൻ നെഞ്ചുവിരിച്ച് ബാങ്കിലേക്ക് ചെന്നു. കാരണം അഭിമാനത്തോടെ കയറി ചെല്ലാം. ലോൺ തരുന്നതിനായി ബാങ്ക് എന്നെ ഇങ്ങോട്ട് വിളിച്ചിരിക്കുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയൊരു ബഹുമാനം ലഭിക്കുന്നത് ആദ്യത്തെ അനുഭവമായിരുന്നു. 10 ദിവസത്തിനുള്ളിൽ ലൈസൻസുകൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന സാധനങ്ങളുടെ കൊട്ടേഷനുകൾ, GST തുടങ്ങിയവ റെഡിയാക്കി ബാങ്കിൽ സമർപ്പിക്കണം. വൈകരുതെന്ന് ഓഫീസർ പ്രത്യേകം പറഞ്ഞു. ഓഫീസറുടെ സ്നേഹത്തോടെയുള്ള സമീപനം കൂടിയായപ്പോൾ ലോൺ കിട്ടുമെന്ന് തന്നെ ഞാൻ ഉറപ്പിച്ചു. സ്റ്റേറ്റ് ബാങ്കിൽ നിന്നും ഇത്തരമൊരു അനുകൂല സമീപനം പറഞ്ഞു കേട്ടിട്ടില്ല. ഇതോടെ എനിക്ക് ഉത്സാഹം കൂടി. ഞാൻ നേരെ പഞ്ചായത്തിലേക്ക് വെച്ചു പിടിപ്പിച്ചു. ഓഫീസ് പ്രവർത്തിക്കുന്നതിന് ലൈസൻസ് വേണമെന്ന് സെക്യൂരിറ്റിയോട് പറഞ്ഞു. കൊമേഴ്സ് എന്ന ഒരു സംഭവം ഈ പഞ്ചായത്തിൽ ഇല്ലെന്നും അതിനെക്കുറിച്ച് പഠിച്ചിട്ടേ ലൈസൻസ് തരാനാവുമെന്നും സെക്രട്ടറി. സംസാരം കേട്ടുനിന്ന വ്യവസായ വകുപ്പിലെ പഞ്ചായത്തിൽ ഇന്ത്യൻ എന്നെ വിളിച്ചു കൊണ്ടുപോയി. തൽക്കാലം സ്വിഫ്റ്റ് ലൈസൻസ് തരാമെന്നും ഉദ്യം ലൈസൻസ് എടുത്തു തരാമെന്നും പറഞ്ഞു. കക്ഷി അപ്പോൾ തന്നെ രണ്ടും എടുത്തു തന്നു. പിന്നെ GST എടുത്തു. കൊട്ടേഷനുകൾ വാങ്ങി. 10 ദിവസത്തിനുള്ളിൽ ബാങ്കിലെല്ലാം സമർപ്പിച്ചു. ബ്രാഞ്ചിലല്ല ഇത് പരിശോധിക്കുന്നതെന്നും പാലായിലുള്ള SBIയുടെ റാസ്മക് ലോണുകൾ പ്രോസസ്സ് ചെയ്യുന്ന ഓഫീസിലാണെന്നും അവിടെ നിന്ന് വിളിക്കുമെന്നും എത്രയും പെട്ടെന്ന് ലോൺ ശരിയാകുമെന്നും ഓഫീസർ പറഞ്ഞു. ഒരു സംരംഭകനാകുന്നത് സ്വപ്നം കണ്ട് എൻ്റെ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മുഴുകി ദിവസങ്ങൾ നീങ്ങവേ SBI ഓഫീസിൽ നിന്നും ഒരു വിളിയെത്തി. ഒരു ലേഡി ആയിരുന്നു. ടെലി ഇന്റർവ്യൂവിന് വിളിച്ചതാണെന്ന് അവർ പറഞ്ഞു. പ്രോജക്റ്റിനെ കുറിച്ചും അതിന്റെ വയബിലിറ്റിയെക്കുറിച്ചും അവർ ചോദിച്ചു. ഞാൻ ഉത്തരങ്ങളും നൽകി. അത് കഴിഞ്ഞുള്ള അവരുടെ ചോദ്യങ്ങളുടെയും എൻ്റെ ഉത്തരങ്ങളുടെയും ഏകദേശ രൂപം ഇങ്ങനെ: ഓഫീസർ, താങ്കൾ ഇതിനെ കൊളാട്രൽ സെക്യൂരിറ്റി എന്താണ് തരുന്നത്? ഞാൻ ഈ സ്കീമിൽ കൊളാട്രൽ സെക്യൂരിറ്റി വേണ്ടല്ലോ മാഡം. ഓഫീസർ, ഇത്ര വലിയ തുകയുടെ ലോൺ ആയതിനാൽ വർഷം തോറും 2% പലിശ എക്സ്ട്രാ തരേണ്ടി വരും. ഞാൻ സ്കീമിലും അക്കാര്യങ്ങൾ വിവരിക്കുന്ന സൈറ്റിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ലല്ലോ മാഡം. ഓഫീസർ, നിങ്ങൾക്ക് തിരിച്ചടയ്ക്കാൻ പറ്റുമോ? ഞാൻ ഇതേപോലെയുള്ള കൊമേഴ്സ് സൈറ്റുകൾ വിജയകരമായി ഇപ്പോൾ തന്നെ നടക്കുന്നുണ്ടല്ലോ. ഇത് കേരളത്തിലെ കർഷകർക്ക് വേണ്ടി മാത്രമാണെന്നതാണ് ഒരു പ്രത്യേകത. പിന്നെ 2 വർഷത്തേക്ക് തിരിച്ചടവിന് മൊറട്ടോറിയം ഉണ്ടല്ലോ, അതിനുള്ളിൽ വിജയകരമാക്കാൻ സാധിക്കും. ഓഫീസർ, 2 വർഷമൊന്നും മൊറട്ടോറിയം തരാൻ സാധിക്കില്ല. ഞാൻ AIF പറയുന്നത് 2 വർഷം മൊറട്ടോറിയം ഉണ്ടെന്നാണല്ലോ. ഓഫീസർ, ബാങ്കിന്റെ രീതികൾ ഇങ്ങനെയാണ്. ഇതേ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് സംസാരിച്ചു. അതങ്ങനെ അവസാനിച്ചു. AIFന്റെ സ്കീമിൽ പറഞ്ഞിരിക്കുന്നതിന് നേർവിരുദ്ധമാണ് ബാങ്കിന്റെ സമീപനമെന്ന് വ്യക്തമായി. ലോൺ എടുക്കാൻ വരുന്നവരോടുള്ള പുച്ഛം അവരുടെ സംസാരത്തിൽ ഉടനീളം നിഴലിച്ചിരുന്നു. 20/10/22 വൈകുന്നേരം 5 നേരത്തെ വിളിച്ച ലേഡി ഓഫീസർ വീണ്ടും വിളിച്ചു. ഒരു മെയിൽ അയച്ചിട്ടുണ്ടെന്നും അതിന് സമ്മതം മൂളി മറുപടി അയക്കണമെന്നുമായിരുന്നു ആവശ്യം. മെയിലിന്റെ ഉള്ളടക്കം ഇങ്ങനെ: താങ്കളുടെ പ്രോജക്റ്റ് വിദഗ്ധനെ കൊണ്ട് പരിശോധിപ്പിക്കണമെന്നും അതിന് അയാൾക്ക് ഫീസായി 10,000 രൂപയിൽ കൂടാത്ത തുക അടയ്ക്കണമെന്നും ലോൺ പാസ്സായാലും ഇല്ലേലും ഈ തുക ബാങ്ക് ഈടാക്കും. അതിന് ഞാൻ സമ്മതം മൂളിയാൽ മാത്രമേ അവർ മുന്നോട്ട് പോകൂ. ഞാൻ ഇങ്ങനെ മറുപടി എഴുതി: വിദഗ്ധനെ കൊണ്ട് പരിശോധിപ്പിക്കുന്നതിന് എനിക്ക് സമ്മതമാണ്. ലോൺ പാസ്സായാൽ എൻ്റെ ലോൺ തുകയിൽ നിന്നും മേൽപ്പറഞ്ഞ തുക ഈടാക്കാം. ലോൺ പാസ്സാകാതിരുന്നാൽ ഇത്രയും തുക ഞാൻ വെറുതെ ബാങ്കിന് എന്തിനു നൽകണം? ഇത് കർഷകർക്കായുള്ള കേന്ദ്ര സർക്കാരിന്റെ സ്കീമാണ്.
ഇത്തരം സ്കീമുകൾ ബാങ്കുകൾ ഇങ്ങനെയുള്ള ഫീസുകൾ കാലേ കൂട്ടി മേടിക്കരുത്. സ്കീമിലില്ലാത്ത കാര്യങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ അത് ഡൽഹിയിൽ പ്രോജക്ട് മോണിറ്ററിംഗ് യൂണിറ്റിനെ അറിയിക്കണമെന്ന് എനിക്ക് തോന്നി. ഞാൻ ഇക്കാര്യങ്ങൾ വിശദീകരിച്ച് PMUവിന് ഒരു മെയിൽ അയച്ചു. മറുപടിയൊന്നും വന്നില്ല. പക്ഷെ 2 നാൾ കഴിഞ്ഞപ്പോൾ ബ്രാഞ്ചിൽ നിന്നും വിളിച്ച് സാർ പരാതി കൊടുത്തത് മോശമായി പോയെന്ന് പറഞ്ഞു. ഞാൻ പരാതിയല്ല കൊടുത്തതെന്നും ഇങ്ങനെയൊക്കെയാണ് ഈ സ്കീം പ്രവർത്തിക്കുന്നതെന്ന് ക്ലാരിഫിക്കേഷൻ തേടിയതാണെന്നും മറുപടി പറഞ്ഞു. പിറ്റേന്ന് വൈകുന്നേരം പാലായിലെ ചീഫ് ഓഫീസിൽ നിന്നും ഓഫീസർ വിളിച്ചു. സാറിന്റെ പ്രോജക്റ്റ് സ്പെഷ്യൽ കേസായി എടുത്ത് പരിശോധിക്കാൻ എക്സ്പേർട്ടിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. ലോൺ പാസ്സായാൽ ഞാൻ ഫീസ് അടച്ചുകൊള്ളാമെന്ന് വീണ്ടും പറഞ്ഞു. സാർ ബാങ്കിനെതിരെ പരാതി കൊടുത്തത് മോശമായി പോയെന്നും ഓഫീസർ പറഞ്ഞു. എന്റെ മറുപടി ഇങ്ങനെയായിരുന്നു: ഒന്നുകിൽ ബാങ്ക് തീരുമാനമെടുക്കുന്നത് പോലെയാണ് ലോൺ എന്ന് വ്യക്തമാക്കുക, അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ സ്കീം അനുസരിച്ചാണ് ലോൺ എന്ന് പറയുക. രണ്ടിലേതെങ്കിലും ഒന്നേ പാടുള്ളൂ. സർക്കാർ കർഷകനെ സഹായിക്കുന്നുവെന്ന് പറയുകയും ബാങ്കുകളുടെ മുന്നിലേക്ക് അവരെ എറിഞ്ഞു കൊടുക്കുകയും ചെയ്യുന്ന രീതി ശരിയല്ല. സർക്കാർ ഒരു സ്കീം പറയും, ബാങ്കിൽ വരുമ്പോൾ അതിന് ഘടകവിരുദ്ധവും. അത് ശരിയല്ല. ഏറെ നേരം തർക്കിച്ച ശേഷം സംഭാഷണം അവസാനിച്ചു. അപ്പോഴേക്കും എനിക്ക് ഒരു കാര്യം വ്യക്തമായി. ലോൺ എങ്ങനെ കൊടുക്കാതിരിക്കുമെന്നതിനാണ് ബാങ്ക് ശ്രമിക്കുന്നത്. കൊളാട്രൽ സെക്യൂരിറ്റി വെച്ച് ലോൺ പാസ്സാക്കാനെങ്കിൽ എനിക്ക് PMUവിനെ സമീപിക്കേണ്ട കാര്യമില്ല. നേരിട്ട് ബാങ്കിനെ സമീപിച്ചാൽ പോരെ. 07/11/22 ബാങ്കിൽ നിന്നും എനിക്ക് അടുത്ത ഇമെയിൽ വന്നു. അതിലെ കാര്യങ്ങൾ ഇങ്ങനെയാണ്: 1, വർക്കിംഗ് ക്യാപിറ്റൽ തരില്ല. 2, കെട്ടിടത്തിന്റെ സെക്യൂരിറ്റി തിരിച്ചു കിട്ടുന്നതായതിനാൽ അത് തരില്ല. 3, മാർക്കറ്റിംഗ് എങ്ങനെ എന്ന് തുടങ്ങി ഏതാനും കാര്യങ്ങൾ കൂടി വിശദീകരണം വേണം. അവർ പറഞ്ഞ വിവരങ്ങളെല്ലാം ഉൾപ്പെടുത്തി ഞാൻ വീണ്ടും പ്രോജക്റ്റ് സമർപ്പിച്ചു. AIFന്റെ സ്കീമിൽ പറഞ്ഞിരിക്കുന്ന പ്രോജക്റ്റിന്റെ 10% സംരംഭകന് എടുക്കണമെന്നും ബാക്കി ബാങ്ക് ലോൺ തരുമെന്നുമാണ്. 24/12/22 എനിക്കൊരു മെസ്സേജ് വന്നു. താങ്കളുടെ പ്രോജക്റ്റ് റിജക്റ്റ് ചെയ്തിരിക്കുന്നു. പ്രോജക്റ്റിൽ പറഞ്ഞിരിക്കുന്നതൊന്നും വ്യക്തമല്ലെന്നാണ് AIFന്റെ സൈറ്റിൽ തള്ളാനുള്ള കാരണമായി ബാങ്ക് പറയുന്നത്. പിന്നാലെ ബാങ്കിൽ നിന്നും വിളിച്ചു. ലോൺ പ്രൊപ്പോസൽ തള്ളിയെന്നും പ്രോജക്റ്റ് പാലായിൽ നിന്നും മടങ്ങിയെത്തുമ്പോൾ തിരികെ മേടിച്ചുകൊണ്ട് പോകാമെന്നും പറഞ്ഞു. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ബാങ്കിൽ പോയി ഫയൽ തിരികെ വാങ്ങി. ഫയലിലുള്ള ലോൺ തള്ളിക്കൊണ്ടുള്ള റിപ്പോർട്ട് വായിച്ച് ഞാൻ ഞെട്ടി. AIFന്റെ സൈറ്റിൽ ലോൺ തള്ളിയത് 24/11/22. എനിക്ക് തന്ന ബാങ്കിന്റെ റിപ്പോർട്ടിൽ കമ്മിറ്റി കൂടി ലോൺ തള്ളിയത് 5/12/22 11 പ്രോജക്റ്റ് തള്ളാനുള്ള കാരണമായി അതിൽ AIFന്റെ സൈറ്റിൽ കൊടുത്തതിനേക്കാൾ ഒരു കാരണം കൂടിയുണ്ട്. ടെക്നിക്കൽ എക്സ്പേർട്ടിനെ പൈസ കൊടുക്കാൻ ഇയാൾ വിസമ്മതിച്ചു. പൈസ കൊടുക്കാത്തതിനാലാണ് തള്ളുന്നതെങ്കിൽ ബാങ്ക് എന്തിനാണ് ഈ നാടകമെല്ലാം കളിച്ചത്? ഈ വിവരങ്ങളെല്ലാം കാണിച്ച് ഞാൻ PMUവിന് വീണ്ടും എഴുതി. നാളിതുവരെയായിട്ടും എനിക്കൊരു മറുപടിയും അവിടെ നിന്ന് കിട്ടിയില്ല. ഇതുപോലെ എത്രയോ പേർക്ക് ഇങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായി കാണും. പ്രധാനമന്ത്രി മോദിക്ക് ഇതിനെക്കുറിച്ച് എഴുതാൻ ഞാൻ തീരുമാനിച്ചു. കാരണം മോദിജിയുടെ കർഷകർക്കായുള്ള അഭിമാന പ്രോജക്റ്റ് ആണല്ലോ ഇത്. ആ സ്കീമിനെ SBI അട്ടിമറിക്കുന്നത് എങ്ങനെയെന്ന് അദ്ദേഹത്തെ അറിയിക്കേണ്ടത് എൻ്റെ കടമയായി എനിക്ക് തോന്നി. റൈറ്റ് ടു PM സൈറ്റിൽ കയറി പരാതി കൊടുത്താൽ ഉടൻ നടപടി എന്നുള്ള വായിച്ചുള്ള അറിവാണ് ഇതിന് പ്രേരിപ്പിച്ചത്. വിശദമായി തന്നെ എഴുതി സൈറ്റിൽ സബ്മിറ്റ് ചെയ്തു. 14/11 അയച്ച പരാതിക്ക് 17/11 നടപടിയായതായി മെസ്സേജ് വന്നു. ഞാൻ അയച്ച പരാതി അവിടെ നിന്നും നേരെ കേരള മുഖ്യമന്ത്രി പരാതി സെല്ലിലേക്ക് പോയി. 1 മാസത്തോളം അവിടെ ഇരുന്നു. 21/01/23 പരാതി കൃഷി വികസന ഡയറക്ടർക്ക് അയച്ചതായി സന്ദേശം വന്നു. 23/01/23 പരാതി കോട്ടയത്തെ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർക്ക് അയച്ചതായി മെസ്സേജ്. 03/2/23 കോട്ടയത്തെ കൃഷി ഓഫീസർ മെസ്സേജ് താങ്കളുടെ പരാതി പരിഹരിച്ചെന്ന്. തൊട്ടു പിന്നാലെ CMOയിൽ നിന്നും മെസ്സേജ് എത്തി, താങ്കളുടെ പരാതി പരിഹരിച്ചതായിട്ടാണ്. തൊട്ടു പിന്നാലെ PMO സൈറ്റിൽ നിന്നും മെസ്സേജ് എത്തി, പരാതി പരിഹരിച്ചതായി. എല്ലാവരും പരിഹരിച്ചെന്ന് പറയുമ്പോഴും എങ്ങനെയാണ് പരിഹരിച്ചതെന്ന് പരാതിക്കാരൻ ഒരു വിവരവുമില്ല. അത് വിശദീകരിച്ചുകൊണ്ടുള്ള മെയിലോ മറ്റൊന്നുമോ ലഭിച്ചില്ല. അന്ന് തന്നെ PMOയിൽ നിന്നാണെന്നും പറഞ്ഞൊരു ലേഡി വിളിച്ചു. താങ്കളുടെ പരാതി പരിഹരിച്ചെന്നും അതിൽ താങ്കൾ തൃപ്തനാണോ എന്നും ആരായുന്നതിനാണ് വിളിക്കുന്നതെന്നും പറഞ്ഞു. അതിന്റെ സാരാംശം ഇങ്ങനെ: ഞാൻ മാഡം പരാതി എങ്ങനെ ഏത് രീതിയിലാണ് പരിഹരിച്ചതെന്ന് അറിയാതെ ഞാൻ തൃപ്തനാണോ എന്ന് എങ്ങനെ പറയും? മാഡത്തിന് വല്ല വിവരവുമുണ്ടോ പരാതി പരിഹരിച്ചത് എങ്ങനെയെന്ന്? മാഡം, ഇവിടെ അത് സംബന്ധിച്ച വിവരമൊന്നും ലഭ്യമല്ല. ഞാൻ അത് ശരി, പരാതി കൊടുത്തിടത്ത് പരാതി എങ്ങനെ പരിഹരിച്ചെന്ന് റിപ്പോർട്ട് ലഭ്യമല്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഞാൻ PMOയ്ക്ക് പരാതി പറഞ്ഞു. പരാതി പരിഹരിച്ചത് ഇവിടുത്തെ കൃഷി ഓഫീസർ. കൃഷി ഓഫീസറുമായിട്ട് എൻ്റെ പരാതിക്ക് ഒരു ബന്ധവുമില്ല. എൻ്റെ പരാതി കർഷകർക്കുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ഡ്രീം സ്കീം ഇവിടെ SBI അട്ടിമറിച്ചതിനെ കുറിച്ചാണ്. മാഡം, അത് സാർ, ഞാൻ
ഏതായാലും നിങ്ങൾ വിളിച്ചതിൽ വളരെ സന്തോഷം. എനിക്ക് ഇത് പറയാൻ സാധിച്ചല്ലോ. ഇക്കാര്യം പറയാനായിട്ട് എനിക്ക് ഡൽഹി വരെ വരാൻ പറ്റില്ലല്ലോ. ഇക്കാര്യം പറഞ്ഞ് വീണ്ടും പരാതി നൽകണോ? മാഡം, അതായിരിക്കും നല്ലത്. ഞാൻ ബാങ്കുകളും ഉദ്യോഗസ്ഥരും ചേർന്ന് ഇവിടെ കർഷകർക്കുള്ള പരാതികൾ അട്ടിമറിക്കുന്നതിനും അതിനെക്കുറിച്ച് പരാതി തന്നാൽ അതെങ്ങനെ അട്ടിമറിക്കുന്നതിനെ കുറിച്ചുള്ള ഏറ്റവും നല്ല ഉദാഹരണമാണിത്. സംഭാഷണം അങ്ങനെ അവസാനിച്ചു. 04-02-23 പരാതി പരിഹരിക്കപ്പെട്ടില്ല എന്ന് കാണിച്ചു. എനിക്കുണ്ട അനുഭവം കാണിച്ചും വീണ്ടും PMOയ്ക്ക് പരാതി നൽകി. ഇപ്രാവശ്യം അത് എന്തായാലും കേരള മുഖ്യമന്ത്രി ഓഫീസിലേക്ക് ഫോർവേഡ് ചെയ്തില്ല. PM ഓഫീസിൽ അണ്ടർ സെക്രട്ടറിയുടെ കീഴിൽ നിന്നും പരാതി നേരെ കേന്ദ്ര ഫിനാൻസ് ബാങ്കിംഗ് വിഭാഗത്തിലേക്ക്, അവിടെ നിന്നും SBIയുടെ മുംബൈ ഓഫീസ് വഴി തിരുവനന്തപുരം SBI ലോക്കൽ ഓഫീസിലേക്ക്, അവിടെ നിന്നും 15-02-23 കസ്റ്റമർ കെയർ അസിസ്റ്റന്റ് ജനറൽ മാനേജർ വിളിച്ചു. താങ്കളുടെ പരാതിയിലെ കൂടുതൽ വിശദാംശങ്ങൾ അയച്ചു തരണമെന്നായിരുന്നു അവരുടെ ആവശ്യം. അന്ന് തന്നെ വിവരങ്ങൾ അവർക്ക് മെയിൽ ചെയ്തു. 2 ദിവസം കഴിഞ്ഞ് 17-02-23 SBI തിരുനാർ ബ്രാഞ്ച് മാനേജറുടെ ഒരു ഇമെയിൽ എത്തി. അതിന്റെ ചുരുക്കം ഇങ്ങനെ: താങ്കളുടെ പ്രോജക്റ്റ് ഇവിടെ നിന്നും ഞങ്ങൾ റോസ്മാക് പാലായിക്ക് അയച്ചു കൊടുത്തിരുന്നു. അവർ അത് താഴെ പറയുന്ന കാരണങ്ങളെ തള്ളി. തുടർന്ന് അന്ന് എനിക്ക് അയച്ചു തന്ന കാരണങ്ങൾ നിരത്തിയിരിക്കുന്നു. ഞാൻ അന്ന് തന്നെ മാനേജർക്ക് ഒരു മറുപടി അയച്ചു. അതിങ്ങനെ: ഞാൻ താങ്കൾക്ക് ഒരു പരാതിയും നൽകിയിട്ടില്ല, പിന്നെ എന്തിനാണ് പരാതി ലഭിച്ചെന്ന് പറഞ്ഞ് എനിക്ക് മറുപടി തന്നത്? ഞാൻ പരാതി നൽകിയ PMOയ്ക്കാണ്. അവർ എനിക്ക് മറുപടി തരട്ടെ. ഇത് പരാതി പരിഹരിച്ചെന്നും പറഞ്ഞ് വെബ്സൈറ്റിൽ ഇട്ടിട്ട് പരാതി ക്ലോസ് ചെയ്യാനുള്ള നാടകത്തിന്റെ ഭാഗമാണെന്നും എന്റെ പരാതികൾ എന്തൊക്കെയായിരുന്നു എന്ന് ഞാൻ മറുപടി മെയിലിൽ വ്യക്തമാക്കി. ഞാൻ ആശങ്കപ്പെട്ടതുപോലെ തന്നെ സംഭവിച്ചു. 23-02-23 പരാതി പരിഹരിച്ചു എന്നും പറഞ്ഞ് എനിക്ക് മെസ്സേജ് വന്നു. വെബ്സൈറ്റിൽ കയറി നോക്കിയപ്പോൾ മാനേജർ എനിക്ക് അയച്ചു തന്ന കത്തിന്റെ കോപ്പിയാണ് പരാതി പരിഹരിച്ചതിന് തെളിവായി കൊടുത്തിരിക്കുന്നത്. കൂടാതെ ഒരു റിമാർക്കും: ദ പെറ്റീഷൻ ഹാസ് ബീൻ അഡ്വൈസ്ഡ് സ്യൂറ്റബിളി, കോപ്പി എൻക്ലോസ്ഡ്. ഇങ്ങനെയാണോ ഒരു പരാതി പരിഹരിക്കപ്പെടേണ്ടത്? എന്തിനെക്കുറിച്ചാണ് പരാതിപ്പെട്ടത്? അതിനെക്കുറിച്ച് നിശബ്ദത പാലിച്ചിരിക്കുന്നു. വെറുതെ ഒരു നാടകം. SBI റോസ്മെക് എന്നോട് ആവശ്യപ്പെട്ട 5 കാര്യങ്ങൾ പരാതിയിൽ പറഞ്ഞിരിക്കുന്നതിനെ കുറിച്ച് കമാനരക്ഷണം മിണ്ടുന്നില്ല. അവ ഇതാണ്: നീഡ് കൊളാറ്ററൽ സെക്യൂരിറ്റി. SBI does not allow 90% of the project cost. Need extra 3% interest yearly. No moratorium for repayment. 30% of project cost as an expert fee. ഫോണിലൂടെ റാസ്മാറ്റിക് പാലായിൽ ഓഫീസർ ആവശ്യപ്പെട്ടതിന് ഞാൻ സമ്മതം മൂളാതിരുന്നതാണ് പ്രോജക്റ്റ് ശരിയല്ല എന്ന് പറഞ്ഞ് തള്ളിയത്. PMO വെരിഫൈ ചെയ്ത് ബാങ്കിലേക്ക് ഫോർവേഡ് ചെയ്ത പ്രോജക്റ്റ് എങ്ങനെയാണ് വയബിൾ അല്ലാതായത്? ബാങ്കാണ് ഇക്കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നെങ്കിൽ PMO എന്തിനാണ്? ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി പരാതി പരിഹാര സെല്ലിൽ ഞാൻ തൃപ്തനല്ലെന്ന് കാണിച്ച് PG പോർട്ടൽ gava.in അപ്പറേറ്റ് അതോറിറ്റിക്ക് 25-02-23 പരാതി നൽകി. 9-3-23 എനിക്ക് റാസ്മാറ്റിക് അസിസ്റ്റന്റ് ജനറൽ മാനേജറിന്റെ ഒരു മെയിൽ വന്നു. അവർ പൂർണ്ണമായും നല്ല പിള്ള ചമഞ്ഞുകൊണ്ട് മെയിലായിരുന്നു അത്. പ്രോജക്റ്റ് തള്ളാൻ 3 കാരണങ്ങൾ അതിൽ പറഞ്ഞത്. പ്രോജക്റ്റിന്റെ അവ്യക്തതകൾ ഉണ്ടെന്നും പൂർണ്ണമായിട്ടില്ലെന്നുമായിരുന്നു അത്. അങ്ങനെയായിരുന്നെങ്കിൽ അവർക്ക് ഞാൻ പ്രോജക്റ്റ് സമർപ്പിച്ചപ്പോൾ തന്നെ അത് പറഞ്ഞു തള്ളാമായിരുന്നല്ലോ. 3ാമത്തെ കാരണം, ഞാൻ IT വിദഗ്ധനെ കൊണ്ട് പ്രോജക്റ്റ് പരിശോധിപ്പിക്കാൻ സമ്മതം മൂളിയില്ലെന്നാണ്. അത് തെറ്റാണ്. ഞാൻ സമ്മതം മൂളിയതാണ്. ഇത്തരം പ്രോജക്റ്റുകൾ പരിശോധിക്കാനുള്ള പാനൽ ബാങ്കുകൾക്ക് വേണം. അതിനല്ലേ ഈ ഉദ്യോഗസ്ഥയൊക്കെ ഇവിടെ വെച്ചിരിക്കുന്നത്? അല്ലെങ്കിൽ അതിന് കീഴിലുള്ള ഉദ്യോഗസ്ഥരെ വെക്കണം. കാലം മാറുന്നതനുസരിച്ചുള്ള മാറ്റങ്ങൾ വരണം. പ്രോജക്റ്റ് പരിശോധിക്കാനായി ഭീമമായി തുക നൽകാൻ കഴിയില്ലെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. പ്രോജക്റ്റ് പാസ്സായാൽ പണം തരാമെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും കാരണം പറഞ്ഞ് അവർ തട്ടിക്കളയും. എൻ്റെ പൈസയും പോകും. ഇവിടെ അതല്ല കാര്യം. ഇത് കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേക സ്കീമാണ്. പതിവ് സ്കീമുകളിൽ നിന്ന് വ്യത്യസ്തമായി ഇതിന് PMO പ്രോജക്ട് മോണിറ്ററിംഗ് യൂണിറ്റ് എന്നൊരു സംവിധാനമുണ്ട്. ഇവിടെ പരിശോധന കഴിഞ്ഞിട്ടാണ് ബാങ്കുകളിലേക്ക് കർഷകരുടെ പ്രോജക്റ്റ് ചെല്ലുന്നത്. SBI ഉദ്യോഗസ്ഥർ പറയുന്നത് പോലെയാണെങ്കിൽ PMO എന്ന് പറയുന്ന സംവിധാനത്തിന്റെ ആവശ്യമില്ലല്ലോ. ബാങ്കിന്റെ ഭാഗത്തുള്ള 5 പോയിന്റുകളും മെയിലിൽ ചേർത്തിട്ടുണ്ട്. ഞാൻ ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം തെറ്റാണെന്ന് എണ്ണി പറയുന്നു. എത്ര വിദഗ്ധമായിട്ടാണ് അവർ ആടിനെ പട്ടിയാക്കുന്നത്! ഈ 5 പോയിന്റുകൾ വായിച്ചാൽ മനസ്സിലാകും. കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ സ്കീമിൽ പ്രത്യേകതകൾ അതേപടി ആവർത്തിക്കുകയാണ് ബാങ്ക്. അവർ മെയിലിൽ വിവരിക്കുന്നത് നേർവിപരീതമായിട്ടാണ് എന്നോട് പറഞ്ഞത്. മെയിലിന്റെ അവസാനം അതിന്റെ കൂടെ ഒരു തള്ളെ എന്ന മട്ടിൽ ഒരു കുറിപ്പ്: പ്രോജക്റ്റ് ഞങ്ങൾ പറഞ്ഞ മാറ്റങ്ങളോട് വീണ്ടും സബ്മിറ്റ് ചെയ്യാം. ദൈവം നേരിട്ടിറങ്ങി വന്ന് ഒരു പ്രോജക്റ്റ് സമർപ്പിച്ചാലും ബാങ്ക് ഓഫീസർക്ക് തള്ളണമെന്ന് വിചാരിച്ചാൽ സാധിക്കുമെന്ന് എനിക്ക് വ്യക്തമായ സ്ഥിതിക്ക് ഇനി എന്തിന് അത്തരമൊരു പ്രഹസനത്തിന് ഇറങ്ങി പുറപ്പെടണം? 13-3-23 എനിക്ക് PG പോർട്ടലിന് മറുപടി കിട്ടി. അതെങ്ങനെയായിരുന്നു? യുവർ അപ്പീൽ വിത്ത് നമ്പർ ഹാസ് ബീൻ ഡിസ്പോസ്ഡ് ഓഫ്. ശുഭം. ഇപ്പോൾ എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നുന്നു. എന്റെ കഴിവും സമയവും കുറച്ച് ഉദ്യോഗസ്ഥന്റെ കരുണയ്ക്കും ദയയ്ക്കും കെഞ്ചി പാഴാക്കിയല്ലോ എന്നോർത്ത്.
ഈ നേരത്തെ പറമ്പിലിറങ്ങി കിളച്ചിരുന്നെങ്കിൽ ശരീരത്തിനും മനസ്സിനും നല്ലത്. അതിനു പുറമെ എന്തെങ്കിലും 2 ചക്രം പോക്കറ്റിലും വീണേനെ. ഈ പ്രോജക്റ്റിന് അപേക്ഷിച്ചതു മുതൽ ഇന്ന് വരെയുള്ള കാര്യങ്ങൾ പുനർവിചിന്തനം ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ: പൂച്ച എലിയെ തട്ടിക്കളിക്കും പോലെ പെരുമാറിയ ഉദ്യോഗസ്ഥർക്ക് ശമ്പളവും മാന്യതയും, അവരുടെ പിന്നാലെ ഭിക്ഷാംദേഹിയെ പോലെ വലഞ്ഞ എനിക്ക് അപമാനവും ധനനഷ്ടവും മനക്ലേശവും, അവരുടെ ചെലവഴിക്കപ്പെട്ട സമയത്തിന് അവർക്ക് ഉയർന്ന ശമ്പളവും ആനുകൂല്യങ്ങളും, എൻ്റെ ചെലവഴിക്കപ്പെട്ട സമയത്തിന് ഒരു വിലയുമില്ല. ഒടുവിൽ കേരള കിസാൻ എന്ന പ്രോജക്റ്റ് SBI റാൻസ് മാസിക് പാലയുടെ പടിവാതിലുകൾ സമർപ്പിച്ച് ഞാൻ പിൻവാങ്ങി. പക്ഷെ ഞാൻ പിന്നോട്ട് പോയി എന്ന് തെറ്റിദ്ധരിക്കേണ്ട. പിന്നിൽ നിൽക്കുന്നവർക്ക് പിന്തിരിഞ്ഞ് നടക്കുന്നതായി തോന്നൂ. ഞാൻ മുന്നോട്ട് തന്നെയാണ് നടക്കുന്നത്. അധികാരത്തിന്റെയും ഗർവിന്റെയും മത്ത് തലയ്ക്ക് പിടിച്ച ഉദ്യോഗസ്ഥരോട് ഒരു വാക്ക്: നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനം നിങ്ങളുടേതല്ല. ഒരു നാൾ അവിടെ നിന്ന് നിങ്ങൾക്ക് പടിയിറങ്ങേണ്ടി വരും. റിട്ടയർമെന്റിന്റെ നാളിൽ ആഘോഷപൂർവ്വം സഹപ്രവർത്തകർ നിങ്ങളെ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ നിങ്ങൾ തനിച്ചാവും. പിറ്റേന്ന് മുതൽ പുലർച്ചെ എങ്ങും പോകാനില്ലാതാകും. ഒറ്റപ്പെടലിന്റെ വേദന തിരിച്ചറിയും. അപ്പോളായിരിക്കും വന്ന വഴികളിലേക്ക് തിരിഞ്ഞു നോക്കുക. പിന്നിട്ട വഴികളിൽ നിങ്ങളാൽ വീഴ്ത്തപ്പെട്ട കണ്ണീർ ചാലുകളിലാണ് നിങ്ങൾ നിൽക്കുന്നതെന്ന സത്യം അപ്പോഴായിരിക്കും തിരിച്ചറിയുന്നത്. പിന്നീടുള്ള നാളുകൾ ഉരുകലിൻ്റെതാണ്, മറക്കരുത്. കൂടുതലൊന്നും ഇനി വിശദീകരിച്ച് സമയം കളയുന്നില്ല. സർക്കാരുകൾ ജനങ്ങൾക്ക് വേണ്ടി പ്രഖ്യാപിക്കുന്ന പദ്ധതികളെ എങ്ങനെയാണ് ഉദ്യോഗസ്ഥർ അട്ടിമറിക്കുന്നത് എന്നതിന് ഇതിലും വലിയൊരു ഉദാഹരണമില്ല. കേന്ദ്ര സർക്കാരിലെ ഉദ്യോഗസ്ഥർ ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ വേണ്ടപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുക. ഏതെങ്കിലും ബാങ്കിലെ ഉദ്യോഗസ്ഥർ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഈ കൊലച്ചതി ഇനിയെങ്കിലും പാവപ്പെട്ട മനുഷ്യരോട് ചെയ്ത് നിങ്ങൾ അവരുടെ ശാപം വാങ്ങരുതേ എന്ന അപേക്ഷ നിങ്ങളുടെ ഹൃദയത്തിൽ തുളച്ചു കയറാൻ വേണ്ടി വയ്ക്കുന്നു.